കൊള്ളാം. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് എൻ്റെ ഇഫ്താറിന് വേണ്ടിയിട്ട് ഒരു ഫുഡ് കോംബോ റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഇന്ന് ഞാൻ പ്രോൺസാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ആദ്യമേ തന്നെ അവിടെ നിന്ന് കട്ടാക്കിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഇതേപോലെ ഗ്രില്ല് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ആക്കുന്നില്ലേ, അതുപോലെ പ്രോൺസ് കട്ടാക്കി എടുത്തിട്ടുണ്ട്. തലയും അതിൻ്റെ തോടൊന്നും കളയാതെ വെയിൻ മാത്രം മാറ്റിയിട്ട് അത് നല്ലപോലെ ക്ലീനാക്കി അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി നോക്കാം. ഞാനിവിടെ പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ചെട്ടിനാട് മിക്സ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. അപ്പം ആദ്യം തന്നെ ഇവിടെ മല്ലി, പെരുംജീരകം, വറ്റൽമുളക്, പിന്നെ കറി ലീഫ് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ വറുത്തെടുക്കണം. വറുത്തെടുത്ത ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ പോയതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലിട്ട് അതിനോടൊപ്പം ഞാൻ കുറച്ച് ഗാർലിക് കൂടെ എടുത്തിട്ടുണ്ട്. ഒരു പിടി തന്നെ എടുത്തിട്ടുണ്ട്. ഗാർലിക് കുറച്ച് കൂടുതൽ ഞാൻ എടുക്കാറുണ്ട്. അത് നല്ലപോലെ ചതച്ചെടുത്ത ശേഷം നല്ലപോലെ പൊടിച്ചെടുക്കണം നമ്മൾ. എന്നിട്ട് ഈ കഴുകി വെച്ചിരിക്കുന്ന പ്രോൺസിലോട്ട് നമ്മൾ ആദ്യം കുറച്ച് ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ പൊടിച്ചു വച്ചിരിക്കുന്ന ഈ മിക്സ് കൂടെ ആഡാക്കി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് സോൾട്ടും കൂടെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് നേരം ഇത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഇത് പ്രോൺസിൻ്റെ എല്ലായിടത്തും ആകുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സാക്കി എടുക്കാനായിട്ട്. എന്നിട്ട് കുറച്ച് നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് മുമ്പേ നമ്മൾ 1 ലെമൺ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് പുളിപ്പിന് വേണ്ടിയിട്ടാണ്. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ആക്കുന്നത്. അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ നൈസായിട്ട് കട്ടയാക്കി വെച്ചിട്ടുള്ള ഓണിയൻസ് ആഡാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സോൾട്ടോടെ ഇട്ടിട്ട് നല്ലപോലെ വാട്ടിയെടുക്കുക. നല്ലപോലെ വാടി വന്ന ശേഷം നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 സ്പൂൺ കശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടെ ചേർത്ത് നമുക്ക് നല്ലപോലെ വാട്ടിയെടുക്കാം. നല്ല രീതിക്ക് തന്നെ വാട്ടിയെടുക്കേണ്ടതാണ്. ഇത് നല്ലപോലെ വാടി വന്നതിന് ശേഷം നമുക്ക് കട്ടാക്കി വെച്ചിരിക്കുന്ന 1 തക്കാളി കൂടെ ഞാൻ ആഡാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് തക്കാളി യൂസ് ആക്കുന്നില്ല, കുറച്ച് തക്കാളി യൂസ് ആക്കുന്നുള്ളൂ. അതുകൂടെ നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ചെടുത്ത മസാല തേച്ച് പിടിപ്പിച്ച പ്രോൺസ് കൂടെ ഇതിലൂടെ ആഡാക്കി കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഈ പ്രോൺസ് എന്ന് പറയുന്നത് കുറച്ച് സ്പൈസി ആയിട്ടുള്ളതാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കറി ലീഫും കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ആഡാക്കി കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം. നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ വറ്റിച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു ഇത്. അങ്ങനെ ഞാൻ നല്ലപോലെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ജസ്റ്റ് ചുമ്മാ ചില്ലീസ് കൂടെ ഇങ്ങനെ ആഡാക്കി കൊടുക്കുന്നതാണ്. ഓൾറെഡി ഇതിന് സ്പൈസിയാണ്. കുറച്ച് സ്പൈസി കൂടുതലാണെങ്കിലും ടേസ്റ്റും ആണ് കേട്ടോ ഇത്. ഇതിനോടൊപ്പം കഴിക്കാനായിട്ട് ഞാനിവിടെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ചപ്പാത്തി ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട്. അത് ഷേപ്പൊന്നും എനിക്ക് അത്ര അറിയത്തില്ല. ഷേപ്പില്ലാത്ത ഒരു സ്ക്വയർ ചപ്പാത്തിയാണ്. അതുകൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഇതിന് കോമ്പിനേഷനായിട്ട് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് പ്രോൺസ് റോസ്റ്റും പിന്നെ ചപ്പാത്തിയാണ്. അപ്പം നിങ്ങളിത് ട്രൈ ആക്കി നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്. ഇതിനോടൊപ്പം തന്നെ ഞാനിവിടെ ജ്യൂസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സൊക്കെ എല്ലാം റെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ബാങ്കുളിക്കാനായിട്ട് നേരാവാറായിട്ടുണ്ട്. അപ്പം ഞാനിതൊക്കെ ടേബിളിൽ സെറ്റാക്കാൻ പോവുകയാണ്. ഡേറ്റ്സ്, വാട്ടർമെലൺ, ലെമൺ ജ്യൂസ്, പോമഗ്രാനൈറ്റ് ജ്യൂസ്, പിന്നെ പ്രോൺസ്, പിന്നെ കട്ട്ലറ്റ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെനിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ചപ്പാത്തി, അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നോമ്പ് തുറക്കാനുള്ള നേരമായിട്ടുണ്ട്. നമ്മളിനി ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഇനി ഇക്കാടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇക്കാക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. ഇക്കാരുടെ ഒരു ഫേവറേറ്റ് ഡിഷാണിത്. കൊള്ളാം.
അപ്പോൾ നോമ്പൊക്കെ തുറന്ന ശേഷം നമ്മളിത് ഫുഡൊക്കെ കഴിക്കുകയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.